ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ വർക്ക് എനർജി പവറിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ എനർജിയുടെ ഒരു ഫോമായിട്ടുള്ള കൈനറ്റിക് എനർജിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ പോർഷനാണ്. അതായത് ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പം അതിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. അതിൽ സം പോയിൻറ്റ്സ് മാത്രമാണ് നമ്മളിവിടെ ഇപ്പം ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ഒരു ബോഡിയുടെ എനർജി അതിൻ്റെ പൊസിഷൻ കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജി ആയിട്ടാണ് നമ്മൾ കണക്കാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ബോഡി എടുത്ത് നമ്മൾ സം ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഹൈറ്റിലിരിക്കുന്ന ബോഡിക്ക് ഒരു എനർജി കിട്ടും. അതിൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരുപാട് അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മളൊരു സ്പ്രിങ് അമർത്തി വെച്ചു. അപ്പം അമർത്തി വെച്ച സ്പ്രിങ് അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ ആ ഫോഴ്സ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഒരു വർക്ക് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാലേ അത് അമർന്ന് നിൽക്കത്തുള്ളൂ. എപ്പം നമ്മൾ ആ ഫോഴ്സ് എടുത്ത് മാറ്റിയോ ആ സ്പ്രിങ് അതിൻ്റെ പഴയ സ്റ്റേറ്റസിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചു പോരും. അപ്പോൾ അതുകൊണ്ട് ഒരു ബോഡിക്ക് അതിൻ്റെ പൊസിഷൻ കൊണ്ടും അതുപോലെ തന്നെ സ്റ്റേറ്റസ് കൊണ്ടും അവൈലബിൾ ആകുന്ന എനർജിയുടെ പേരാണ് പൊട്ടൻഷ്യൽ എനർജി. പൊസിഷൻ കൊണ്ടും സ്റ്റേറ്റസ് കൊണ്ടും അവൈലബിൾ ആകുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി. ന്യൂക്ലിയർ ബോംബ് അതൊരു സ്റ്റേറ്റസ് ആണല്ലോ. എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. കംപ്രസ്ഡ് സ്പ്രിങ് എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഡാം നമുക്കറിയാം, വാട്ടർ റിസർവോയറിൽ നമ്മൾ ഡാം എന്ന് പറയും. ആ ഡാമിനകത്ത് വെള്ളം നിറച്ച് വെക്കുമ്പം അതും എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. വാട്ടർ ടാങ്ക് നമ്മുടെ വീടുകളിലൊക്കെ വെള്ളം നമ്മൾ എന്ത് ചെയ്യും, ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ടാങ്ക് വെച്ച് അതിനകത്തോട്ട് മോട്ടോർ വെച്ച് വെള്ളം പമ്പ് ചെയ്ത് വയ്ക്കും. ആ വാട്ടറിനകത്തുമുള്ളത് എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പം ഒരു ബോഡിയുടെ പൊസിഷൻ കൊണ്ടും അതിൻ്റെ സ്റ്റേറ്റസ് കൊണ്ടും അവൈലബിൾ ആകുന്ന എനർജി എന്ന് അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ തൽക്കാലം പൊസിഷൻ കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജി ആയിട്ട് മാത്രമേ നമ്മളിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഒരു ബോഡി സ്റ്റേബിൾ ബോഡി ആകണം എങ്കിൽ നമ്മൾ പറയാൻ പോകുന്നൊരു ക്ലോസാണ്, ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കണം. ഓക്കെ. ഇപ്പം ഒരു ന്യൂക്ലിയർ ബോംബ് അതൊരു സ്റ്റേബിൾ വൺ അല്ല, അൺസ്റ്റേബിളാണ്. ഇപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൽ സൈഡ് എന്താണ്? ആ ബോഡി സ്റ്റേബിൾ അല്ല. അപ്പോൾ അത് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? പൊട്ടിത്തെറിച്ച് അതിൻ്റെ എനർജി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ എനർജി കൂടുതൽ ഉള്ള വസ്തുക്കളെല്ലാം അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ എനർജി എത്ര കണ്ട് കുറയ്ക്കാൻ സാധിക്കുമോ അത്രയും അയാൾ എന്താവും? സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കെട്ടിടത്തിൻ്റെ മേലെ നമ്മൾ വെച്ച വാട്ടർ ടാങ്ക് അൺസ്റ്റേബിളാണ്. കാരണം അത് മറിഞ്ഞ് വീഴാനുള്ളൊരു പോസിബിലിറ്റിയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഗ്രൗണ്ടിൽ കൊണ്ടുവച്ചാൽ ഫർദർ ഫാൾ ഇല്ലല്ലോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് സ്റ്റേബിളായി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ത് കുറച്ചു. അപ്പം മിനിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ സ്റ്റേബിൾ കണ്ടീഷൻസാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ഇപ്പോൾ നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് എനർജീസ്. അപ്പോൾ നമുക്ക് പല പല പേരുകളാണ്, സൗണ്ട്, ഹീറ്റ്, ലൈറ്റ്, അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ പറയാം. അതേസമയം ദ ടു ഫോംസ് ഓഫ് മെക്കാനിക്കൽ എനർജി ചോദിക്കുമ്പോൾ രണ്ടെണ്ണേ പറയാൻ പറ്റത്തുള്ളൂ. അതൊരെണ്ണം കൈനറ്റിക് എനർജിയാണ്, രണ്ടാമത്താണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിക്കുകയും അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു ബോഡിയുടെ പൊസിഷൻ കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജി എന്ന് പറയുമ്പം നമ്മൾ എർത്ത് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അവിടെ നമ്മളൊരു എന്താണ് മാസിനെ കൺസിഡർ ചെയ്തു. ഈ എർത്ത് എന്ന് പറയുന്ന ഒരു എന്താണ് ബോഡി, അതിൻ്റെ ചുറ്റിലും ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് അവിടുത്തെ ജി എന്ന് പറയുന്നത്, സ്മോൾ ജി, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ ജി കാരണം ആ ബോഡിക്ക് ആ ഫീൽഡിൽ നിൽക്കുമ്പം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിൻ്റെ പേരാണ് വെയ്റ്റ്. ഈ വെയ്റ്റ് ആക്ച്വലി നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ mg ആണെന്ന് നമ്മൾ പറയുമെങ്കിലും അത് ശരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷനാണ് കേട്ടോ. അത് നമുക്കതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഈ വെയ്റ്റാണ് ഇവിടുത്തെ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡിയെ ഞാൻ എന്ത് ചെയ്തു, മേലോട്ട് ഉയർത്തി h ഹൈറ്റിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, എത്ര വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ ഫോഴ്സ് ഈ പോയിന്റിലും എന്ത് തന്നെയാണ്? mg തന്നെയാണ്, വെയ്റ്റ് mg തന്നെയാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ പൊസിഷൻ എന്തായി? h ഹൈറ്റിലേക്ക് പോയി.
അങ്ങനെയെങ്കിൽ ഈ ഒരു ബോഡിയെ ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ ഹൈറ്റിലേക്ക് കൊണ്ടുപോയപ്പം അവിടെ എത്ര വർക്ക് ചെയ്തു വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, mg ഇൻറ്റു h, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ദാറ്റ് ഈസ് mg ഇൻറ്റു h. അതായത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈ സിംബോളിക്കലി നമുക്ക് യു എന്ന് എടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു g ഇൻറ്റു h ആണ്. ഓക്കെ, m ഇൻറ്റു g ഇൻറ്റു h, മനസ്സിലായല്ലോ. അപ്പം ഇത് ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ബോഡിക്ക് അതിൻ്റെ എന്തുകൊണ്ട് പൊസിഷൻ കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജി എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ എടുക്കാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ ആവശ്യം ഒരു ബോഡിയുടെ സ്റ്റെബിലിറ്റി പറയൽ മാത്രമാണ് കേട്ടോ. അത് നമുക്ക് വഴിയേ പറയാം. അങ്ങനെയെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നിയർ ദി സർഫസ് ഓഫ് എർത്ത്, നിയർ ദി സർഫസ് ഓഫ് എർത്ത് ആണ് നമ്മൾ എന്താക്കി എഴുതുന്നത്, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, m ഇൻറ്റു g ഇൻറ്റു h എന്ന് കൊടുക്കാം. ഓക്കെ, mgh, ദിസ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നിയർ ദി സർഫസ് ഓഫ് എർത്ത്. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ എർത്തിൻ്റെ സെൻറ്റർ റെഫറൻസ് ആക്കാം കേട്ടോ. പക്ഷേ നിങ്ങളുടെ ലോജിക്ക് വെച്ച് നോക്കുക, നമുക്കിപ്പോൾ ഈ ഒരു സർഫസിൽ നിന്നും താഴേക്കുള്ളൊരു പോയിന്റിലേക്ക് ഇതൊരു ബോഡിയെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു റെഫറൻസാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഈ റെഫറൻസ് കൺസിഡർ ചെയ്യുമ്പം സർഫസിലാണ് നമ്മൾ ഇപ്പം ഏകദേശം എന്താണ് പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നത് സർഫസിലല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റഫറൻസ് എടുത്തത് ഇവിടെ ആയതുകൊണ്ടാണ് ആ റഫറൻസിൽ ആ ബോഡിയുടെ എന്ത് 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് കണക്കാക്കും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ബോഡിയെ എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചാലും അവിടെ നിന്നുള്ള ഡിഫറൻസ് ആയിട്ട് മാത്രം നമ്മൾ അവതരിപ്പിച്ചാൽ മതി. അതാണ് നമ്മൾ mgh എന്ന് പറയാനുണ്ടായിട്ടുള്ള റീസൺ കേട്ടോ. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നൗ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകളെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും, കൺസർവേറ്റീവ് ഇൻ നേച്ചറും നോൺ കൺസർവേറ്റീവ് ഇൻ നേച്ചറും. ഈ കൺസർവേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എന്താണ്, റഫറൻസ് സർഫസാണ്. ഓക്കെ, റഫറൻസാണ്. ഈ റഫറൻസിൽ നമ്മൾ ഒരു ബോഡിയെ ഇങ്ങനെയൊരു ഹൈറ്റിലേക്ക് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യണം. ഓക്കെ, ഐദർ ബൈ ദിസ് റൂട്ട് ഓർ ദിസ് വേ, എനി ഓഫ് ദ വേ. ഒരു കൺസർവേറ്റീവ്, അതായത് ഈ ബോഡിയെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എഗെയിൻസ്റ്റ് മാത്രമാണെങ്കിൽ, കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എഗെയിൻസ്റ്റ് മാത്രമാണെങ്കിൽ ആ ബോഡിയുടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. എവിടെയാണെങ്കിൽ മാത്രം കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ. അപ്പോൾ എന്ത് ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ചോദിച്ചാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്, ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. അതായത് ഇവരൊക്കെ ഒരു ഫീൽഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫീൽഡിൻ്റെ ഉള്ളിൽ ആ ബോഡി ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്ക് പോയി എന്ന് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. എങ്ങനെ പോയി, ഏത് രീതിയിൽ പോകും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്ന് ബിയിലേക്ക് പോകുന്നതും സിന്ന് ഡിയിലേക്ക് പോണതും ഒരേ വർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് കുത്തനെ അങ്ങ് കയറിപ്പോയി, ഇതിങ്ങനെ ചെരിഞ്ഞല്ലേ കയറിപ്പോയത്, അപ്പോൾ ഇവിടെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇല്ല. കാര്യം ഇവിടെ എന്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ പോകുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലല്ലോ. ഫ്രിക്ഷൻ ഈസ് നോൺ കൺസർവേറ്റീവ് ആണ്, ഇറ്റ്സ് നോട്ട് കൺസർവേറ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ഹൈറ്റിലേക്ക് എത്തിച്ചു, ഇങ്ങനെ ഹൈറ്റിലേക്ക് എത്തിച്ചു. ഈ സമയത്ത് അത് ഫൈനലായിട്ട് നിൽക്കുന്ന പോയിൻ്റ് സെയിം പ്ലെയിനിലെ പോയിൻ്റാണ്, ഇനീഷ്യലായിട്ട് നിൽക്കുന്ന പോയിൻറ്റും സെയിം പ്ലെയിനിലെ പോയിൻ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബിറ്റ്വീൻ ദീസ് ടു പ്ലെയിൻസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോഡി ഈസ് h. ദാറ്റ് മീൻസ് വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിങ് ദ ബോഡി ഫ്രം A to B ഈസ് ഈക്വൽ ടു WAB. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ഡൺ അല്ലേ, ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ in displacing a body A to B is equal to work done in displacing the body from P to D is equal to work done in displacing the body from C to D. ഓക്കെ, ഇതെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിൻ്റെ റീസൺ ആണ് പറയുന്നത്, അവിടുത്തെ ഫോഴ്സ് എന്ത് മാത്രമാണ്? കൺസർവേറ്റീവാണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പം ഇൻഡിപെൻഡൻറ്റ് to the
path followed. Independent to the path followed. അപ്പോൾ any force which is independent to the path followed is called conservative force. Any force which is independent to the path followed is called conservative force. കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. Now നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്നാൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബോഡിയെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ദാ ഇതേപോലെ പിയിൽ നിന്ന് എയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്തു, ബിയിൽ നിന്നും എയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. എ നിന്ന് ബിയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പം ചെയ്ത വർക്കും പി നിന്ന് എയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്ത വർക്കും സെയിം ആവണമെങ്കിൽ ആ ഫോഴ്സ് കൺസർവേറ്റീവ് ആയിരിക്കണം, അല്ലേ? എന്നാൽ ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല, കാരണം ഇവിടെ എന്തുണ്ട് നോക്കിയേ, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പറഞ്ഞോ അത് ഇവിടെ പറയുന്ന സമയത്ത് ഇവിടെ 3 ഫോഴ്സുകൾ കാണാൻ നിങ്ങൾക്ക് നോക്ക്. mg sin തീറ്റ എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. ഫ്രിക്ഷൻ ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ്. ആൻഡ് ദിസ് ഈസ് എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഈ 3 ഫോഴ്സുകളും ചെയ്ത വർക്കുകളുടെ സമ്മായിരിക്കും ആ ബോഡിയുടെ ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, mg sin തീറ്റ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, അല്ലേ? ബോഡി എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ മേലോട്ട് പോകുന്നു അല്ലെങ്കിൽ താഴോട്ട് പോകുന്നു. അപ്പോൾ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഒരു കൺസെപ്റ്റാണ്. കാരണം നമ്മൾ മേലോട്ടാണ് ബോഡിയെ വലിക്കുന്നതെങ്കിൽ, ബോഡി മേലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ താഴോട്ടായിട്ട് നിൽക്കും. ഇനി താഴോട്ടാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ബോഡി ഫ്രിക്ഷൻ എങ്ങോട്ട് നേരെ തിരിഞ്ഞ് നിൽക്കും, മേലോട്ട് തിരിച്ച്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിലൂടെ ബോഡിയെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുമ്പം നമുക്ക് ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ആ ബോഡിയിൽ നമ്മൾ ചെയ്ത വർക്ക്, അല്ലേ? നമ്മൾ എത്ര എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തോ ആ കൊടുത്ത ഫോഴ്സ് ഇവിടെ mg sin തീറ്റ എന്ന് പറയുന്ന കൺസർവേറ്റീവ് ഫോഴ്സിനെയും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെയും എന്ത് ചെയ്യണം, ഓവർകം ചെയ്തിട്ടാണ് ആ ബോഡി വർക്ക് നടക്കാൻ പോണത്. അങ്ങനെ വരുമ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാത്ത് ഒരു ഡിപ്പെൻഡൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും, ഇവിടെ ഈ ഒരു കേസിൽ വർക്ക് ഡൺ, ഓക്കെ, വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ദി പാത്ത് ഫോളോഡ്. എത്ര അല്ലെ, ഏത് പാത്താണോ പാത്തിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ വർക്ക് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതെന്ത് ഫോഴ്സാണെന്ന് വെച്ചാൽ നോൺ കൺസർവേറ്റീവ് ആണ്. ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന സർഫസിൻ്റെ ഫ്രിക്ഷണൽ വാല്യൂ കുറച്ചുകൂടി കൂട്ടാം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് മാറും, നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സുകളാണ് ഏത്, കൺസർവേറ്റീവ് ഫോഴ്സ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സുകളാണ് ഏത്, കൺസർവേറ്റീവ്. അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഡിപ്പെൻഡ്സ് ദ പാത്ത് ഫോളോഡ്, കൺസർവേറ്റീവ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു ദി പാത്ത് ഫോളോഡ്. കേട്ടോ, മറന്നു പോകരുത്. ഡിപ്പെൻഡ് ദ പാത്ത് ഫോളോഡ് ആൻഡ് ദ പ്രീവിയസ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു ദ പാത്ത് ഫോളോഡ് ആണ്. അതുകൊണ്ട് ഇതാണ് 2 ടൈപ്പ്. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം, കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻഡിപെൻഡൻറ്റ് ടു ദ പാത്ത് ഫോളോഡ്, എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ് ദ പാത്ത് ഫോളോഡ്, എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്. മതി. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഇത്രയും നിങ്ങൾ എഴുതി കൊടുത്താൽ മതി, യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, സോ ദാറ്റ്സ് എ കോൺസെപ്റ്റ്. നൗ പൊട്ടൻഷ്യൽ എനർജി ഇൻ റിലേഷൻ വിത്ത് കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത് നമുക്ക് നാളെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സുകളുടെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നുണ്ട് സെക്കൻഡ് ഇയറിൽ. അതായത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററുകളൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ ഈ ഫോഴ്സും തമ്മിലുള്ള കമ്പാരിസനൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കണം, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ്.
കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പം ഇത് ലെങ്ത്താണ് കേട്ടോ, ലെങ്ത്താണ്. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ലെങ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അതിനെ പറയുന്ന പേരാണെന്ത്? ഗ്രേഡിയൻറ്റ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കൺസർവേറ്റീവ് ഫീൽഡിൽ ഒരു ബോഡിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിയിൽ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് നിങ്ങളിപ്പം ഒരു ഒബ്ജക്റ്റിനെ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ മണ്ടയിൽ കൊണ്ടുവച്ചു. ഇനി ഇത് അവിടുന്ന് താഴേക്ക് വീഴും അല്ലേ? അതിന് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വീണോളും. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ ബോഡിയിൽ വർക്ക് ചെയ്തു, അതിനെ ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് ഹൈറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ സംഭവിച്ചെന്താ? നിങ്ങൾ ചെയ്ത വർക്കിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി ബോഡിയിലേക്ക് സ്റ്റോറായി. ഇത് കൺസർവേറ്റീവ് ഫീൽഡിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. അമർത്തി വെച്ച സ്പ്രിങ് അത് നിങ്ങൾ വിട്ടു തിരിച്ചു പോന്നു. അപ്പം സ്പ്രിങ് തിരിച്ച് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ സ്പ്രിങ്ങിനെ അമർത്തി വെച്ചപ്പം ഒരു വർക്ക് ചെയ്തു, അത് ആ സ്പ്രിങ്ങിനകത്ത് എനർജി ആയിട്ട് എന്ത് ചെയ്തു? സ്റ്റോറായി. നിങ്ങൾ ആ ഫോഴ്സ് എടുത്തു മാറ്റിയപ്പം ആ എനർജി ഉപയോഗിച്ച് അയാൾ തിരിച്ചൊരു ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോന്നു. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ആ ഉയരത്തിൽ കൊണ്ടുവച്ചപ്പം അത് അയാളുടെ കയ്യിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. ആ എനർജി ഉപയോഗിച്ച് അയാൾ തിരിച്ചൊരു ഫോഴ്സ് ഉണ്ടാക്കി താഴേക്ക് പോരും. അപ്പോൾ കൺസർവേറ്റീവ് ഫീൽഡുകളിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കൺക്ലൂഷൻ: കൺസർവേറ്റീവ് ഫീൽഡുകളിലെല്ലാം ചെയ്യുന്ന വർക്ക് ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ യു എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മൈനസ് ഓഫ് ഡി യു ബൈ ഡി എക്സ് ആണ്. അതിൻ്റെ അർത്ഥം നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ് കേട്ടോ, ശ്രദ്ധിക്കും. ഇനി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ബോഡിയിൽ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ട് സം ഹൈറ്റിൽ കൊണ്ടുവച്ചു. ആ ബോഡി അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എടുക്കാം, ഇതാണ് നമ്മുടെ റഫറൻസ് സർഫസ്. ഇവിടെ നിന്നൊരു ബോഡി എടുത്തിട്ട് ഇതാണ് ബോഡി എടുത്ത് ഞാൻ ഈ ഹൈറ്റിലേക്ക് പ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ആ ബോഡി എത്ര ഹൈറ്റിലാണ്? എച്ച് ഹൈറ്റിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ റഫറൻസ്, സെക്കൻഡ് റഫറൻസ് പ്ലെയിൻ. ഓക്കെ, ഈ ബോഡിയുടെ കയ്യിൽ എന്ത് എനർജിയാണ് ഉള്ളത്? അപ്പം നിങ്ങൾ പറയുമല്ലോ എന്ത് എനർജിയാണ് ഉള്ളത്? ഹൈറ്റ് കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജി mgh. ഓക്കെ, ഇനി ആ ബോഡിയെ ഞാൻ അവിടുന്ന് താഴേക്ക് ഇട്ടപ്പോൾ ബോഡി ഇതുകൊണ്ടേ കിടക്കുന്നു, ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ എത്രയാണ് ഹൈറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഹൈറ്റ് h മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ എനർജി എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ടോട്ടൽ എനർജിയാണ് പറയേണ്ടത്. അത് എത്രയായിരിക്കും? u പ്ലസ് കെ ആയിരിക്കും. കാരണം ഇവിടെ അയാൾക്ക് വെലോസിറ്റി ഇല്ല ഈ പോയിന്റിൽ. അപ്പോൾ അയാൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ അത് വീണുകൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് ഈ പോയിന്റ് ഞാൻ എടുക്കുന്നത്. എന്താണ് ഈ കാണുന്ന പോയിന്റ്? ഞാൻ എന്ത് ചെയ്യും? എ എന്ന് എഴുതാം. ഈ കാണുന്ന പോയിന്റ് ഞാൻ എ എന്ന് എഴുതും. ഈ കാണുന്ന പോയിന്റ് ഞാൻ ബി എന്നെഴുതും. അതെങ്ങോട്ടാണ് വരുന്നത്? സിയിലോട്ടാണ് വരുന്നത്. അപ്പം എന്ന് ബിയിലേക്ക് വന്നു, ബിന്ന് സിയിലേക്ക് ആ ബോഡി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ അയാൾക്ക് എച്ച് മൈനസ് എക്സ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ അയാൾക്ക് വെലോസിറ്റി ഉണ്ട്, കൈനറ്റിക് എനർജിയും ഉണ്ട്. ഓക്കെ, ഇനി ആ ബോഡി ഫൈനലി തിരിച്ച് ഗ്രൗണ്ടിലെത്തി. ഇപ്പോഴോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് എന്താണ്? ഗ്രൗണ്ടിലെത്തി എന്ന് പറയുമ്പോൾ അയാളുടെ എന്ത് സീറോ ആയിട്ടുണ്ട്? പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ എനർജി എത്രയായിരുന്നു? ഇവിടെ 0 ആയിരുന്നു അല്ലേ? ഇവിടെ എത്രയായിരുന്നു? mgh ആണ്. അപ്പോൾ ചോദ്യം, ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? എന്താ ലോ പറയുന്നത്? എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ട്രാൻസ്ഫോം ഫ്രം വൺ ടു അനദർ. അപ്പം ഈ ബോഡിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന എനർജി mgh ആണ്. ആ എനർജി ഈ കാണുന്ന സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എല്ലാ സമയത്തും അവൈലബിൾ ആകണ്ടേ എന്നാണ് ചോദ്യം. കാരണം എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ നശിപ്പിക്കാനും പറ്റത്തില്ല. പകരം അത് ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമുക്കതൊന്ന് പരിശോധിക്കാം. ഈ ഒരു പോയിന്റിലുള്ള ഈ ഒരു ഇക്വേഷൻ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? E ഇസ് ഈക്വൽ ടു യു ബി പ്ലസ് കെ ബി എന്ന് എഴുതാം. ആ ബി എന്ന് പറയുന്ന പോയിന്റിലെ മൊത്തം എനർജി യു ബി പ്ലസ് കെ ബി. യു ബി എന്ന് പറഞ്ഞാൽ mg ഇൻറ്റു എന്താണ്? h മൈനസ് എക്സ്.
കെ ബി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ബി, ആ പോയിൻറ്റിലെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റിലെ വെലോസിറ്റി എത്ര, വി സ്ക്വയർ ബി എത്ര എന്ന് ചോദിച്ചപ്പം നമുക്കൊന്ന് ആലോചിച്ചാൽ മതിയല്ലോ. എക്സ് ഡിസ്റ്റൻസ് ആണല്ലോ ഇയാൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പം വി സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എ പ്ലസ് 2a എക്സ്. ഓക്കെ, ഇവിടെ വി സ്ക്വയർ ബി നമുക്ക് കണ്ടുപിടിക്കണം. വി സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ്ഡ് ആണല്ലോ, പ്ലസ് എ എന്ന് പറയുമ്പം ആക്സിഡൻ ടു ഗ്രാവിറ്റിയാണ്, ദാറ്റ് ഇസ് എന്താണ് ജി ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്, എക്സുമാണ്. ഇപ്പോൾ വി സ്ക്വയർ ബി സമയം എത്ര കിട്ടി നമുക്ക്, 2gx എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഇക്വേഷനിൽ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ബിക്ക് പകരം നമുക്ക് 2gx കൊടുത്തേക്കാം. കട്ട്. ഇനി ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പം നമുക്ക് എം ജി എച്ച് മൈനസ് എം ജി എക്സ് പ്ലസ് എം ജി എക്സ്. സോ കട്ട്. യുവർ ആൻസർ ഈസ് എം ജി എച്ച്. ദിസ് ഈസ് യുവർ ടോട്ടൽ എനർജി എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ് ബി എത്ര കിട്ടി മക്കളെ, എം ജി എച്ച് കിട്ടിയില്ലേ. ഇനീഷ്യലി എത്രയായിരുന്നു ടോട്ടൽ എനർജി, എം ജി എച്ച്. ഇപ്പോഴെത്രയാ, എം ജി എച്ച്. ഇനി ഗ്രൗണ്ടിലെത്തുമ്പോൾ എത്ര തന്നെയായിരിക്കും, അത് എം ജി എച്ച് തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇനി വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള എന്താണ് കണ്ടീഷനും കൂടെ നിങ്ങൾക്ക് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അതും നിങ്ങൾക്ക് എന്ത് കിട്ടും, എം ജി എച്ച് എന്ന് കിട്ടും. അതായത് നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്തു, മെക്കാനിക്കൽ എനർജി ഈസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ഓൾവേസ് കൺസർവ്ഡ് ആണ്. അങ്ങനെ വരുമ്പം എല്ലാ പോയിന്റിലെയും ടോട്ടൽ എനർജി എത്ര തന്നെയായിരിക്കും, ഇനീഷ്യലി എത്രയായിരുന്നു അത് തന്നെയായിരിക്കും, കെ ഇ പ്ലസ് എന്താണ് പി ഇ. ഇവിടെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് ഫോർ യു. കാരണം എച്ച് 0 ആകുമ്പം പൊട്ടൻഷ്യൽ എനർജി 0, എച്ച് മാക്സിമം ആകുമ്പം പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ഇനി ഹൈറ്റ് 0 ആകുമ്പം കൈനറ്റിക് എനർജി എത്രയാണ്, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുമ്പോൾ അല്ലെങ്കിൽ 0 ആകുമ്പം കൈനറ്റിക് എനർജി എത്രയാണ്, മാക്സിമത്തിലാണ്. ഇനി കൈനറ്റിക് എനർജി 0 ആകുമ്പം പൊട്ടൻഷ്യൽ എത്രയാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓപ്പോസിറ്റ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാൻ പോണത്, ടോട്ടൽ എനർജി കിട്ടാൻ പോണത്. അതെപ്പോഴും എത്രയായിരിക്കും, കാരണം നിങ്ങൾ നോക്കി ഇവിടെ നിന്ന് ബോഡിയെ എന്ത് ചെയ്തു, നിങ്ങൾ ഡ്രോപ്പ് ചെയ്തു. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമത്തിലാണ്, കൈനറ്റിക് എനർജി 0ആണ്. ഇവർ ഗ്രൗണ്ടിലെത്തി. ഇപ്പോഴോ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായി, കൈനറ്റിക് എനർജി മാക്സിമത്തിൽ പോവും, പൊട്ടൻഷ്യൽ എത്രയായിട്ട് വരും, 0 ആയിട്ട് വരും. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് എത്രയായിരിക്കും, എം ജി എച്ച് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. സോ ദാറ്റ്സ് കോൾഡ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ആൻഡ് നൗ പൊട്ടൻഷ്യൽ എനർജി കർവ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതായത് പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ പൊസിഷൻ കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജി എന്ന ഒരു രൂപത്തിലാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദി സ്റ്റേറ്റസ് ഓഫ് ദ ബോഡിയുടെ ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരു ബോഡി സ്റ്റേബിൾ ആകുന്നത് എപ്പോഴാണ്, അൺസ്റ്റേബിൾ ആകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നൊരു കണ്ടീഷൻ ഇതാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്നൊരു ഡിസ്റ്റൻസ് ഞാൻ R എന്ന് എഴുതുകയാണ് കേട്ടോ. ഈ ഒരു R എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കുക. ഈ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മൾ കാണുന്ന പോയിൻ്റ്. അതായത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് വിളിക്കുക, മോസ്റ്റ് സ്റ്റേബിൾ. ഇനി ഈ കാണുന്ന ബി പോയിൻ്റ് നിങ്ങൾ നോക്ക്, ഇതാണെന്ന് കരുതിക്കോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആറിൻ്റെ വാല്യൂ കൂടി, ഇൻ്റർമോളിക്കുലാർ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് അത് കൂടി. അപ്പോൾ എന്ത് ചെയ്തു, സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന അവസ്ഥ മാറിയിട്ടു അയാൾ അൺസ്റ്റേബിൾ ആവാൻ തുടങ്ങി. ഇനി നിങ്ങൾ ഇതാണ് പോയിൻ്റ് എടുക്കുക, അപ്പോൾ എന്ത് ചെയ്തു, അതേ ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോഴും അയാൾ എന്തല്ല, സ്റ്റേബിൾ ഈക്വിലിബ്രിയം അല്ല, അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സ്റ്റേറ്റസ് ആണെങ്കിൽ നമ്മൾ അതിനുപയോഗിക്കുന്ന ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് എന്താണ് ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ആണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റസ് പറയാം. അതാണ് സ്റ്റേറ്റസ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് നമ്മുടെ പൊസിഷൻ കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജി എന്നുള്ള ഗ്രാഫല്ല. അത് നിങ്ങൾക്ക് തൊട്ട് മുമ്പത്തെ ഗ്രാഫ് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഏത്, ആ പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് കൈനറ്റിക് എനർജി കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു എനർജിയുടെ സ്റ്റേറ്റസോ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ സ്റ്റേറ്റസ് കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജി എന്ന് പറയാനുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് യു നീഡ് നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, സൂൺ. കാരണം നമുക്ക് സെക്കൻഡ് ഇയറിലൊക്കെ ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കേണ്ടി വരും. അന്നേരം മനസ്സിലാക്കിയാൽ മതി, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നിടത്താണ് എന്ത് ഈക്വിലിബ്രിയം ഉള്ളത്, സ്റ്റേബിൾ ഈക്വിലിബ്രിയം ഉള്ളത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈക്വിലിബ്രിയത്തെ പറ്റി പഠിക്കാം. അപ്പോൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെയാണ് നമ്മൾ ഈ ഗ്രാഫ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഈക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.